വിവോയുടെ X300 അൾട്ര ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പോയത് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം മൂന്നാർ എന്നറിയപ്പെടുന്ന പൊന്മുടിയിലേക്കാണ്. ഹേയ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിവോ X300 അൾട്രയുടെ ഒരു ക്യാമറ ഇംപ്രഷനാണ്. ആക്ച്വലി വിവോ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. വേറൊന്നുമല്ല, വിവോയുടെ ഒരു X സീരീസ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എൻ്റെ ക്യാമറ ടോപ്പ് ലെവൽ ആയിരിക്കും എന്നുള്ളത്. നമ്മളത് ഓൾറെഡി മുന്നത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണിലും ഈ ലാസ്റ്റ് ഇറങ്ങിയ 300 പ്രോയിലൊക്കെ അത് കണ്ടതാണ്. സോ അതിൻ്റെ ഒരു അൾട്ര ഫോൺ എന്ന് പറയുമ്പോൾ അവർ ഇതിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഇനി കൊണ്ടുവരും, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നത് എന്നൊക്കെ അറിയാനും ടെസ്റ്റ് ചെയ്യാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ 2 ദിവസമാണ് ഈ ഫോൺ എൻ്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. സോ ആ 2 ദിവസത്തിൽ ഈ ഫോൺ ക്യാമറയെ പറ്റി എനിക്ക് എന്താണ് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഈ ഫോണിൽ വിവോ ഫോട്ടോഗ്രാഫി പോലെ തന്നെ ഇതിന്റെ വീഡിയോ ഡിപ്പാർട്ട്മെന്റിലും അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ വീഡിയോഗ്രാഫി സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഫോണിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫോട്ടോഗ്രാഫി ആസ്പെക്ട് സംസാരിച്ചിട്ട് പിന്നെ വീഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം. സോ ഇതിന്റെ ഫോട്ടോഗ്രാഫിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത നല്ല കിഡിലും ഫോട്ടോസാണ് ഈ ഫോൺ നമുക്ക് എടുത്തു തരുന്നത്. ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും, ലോ ലൈറ്റ് ആണെങ്കിലും, ഡേ ലൈറ്റ് ആണെങ്കിലും, ഇൻഡോർ ലൈറ്റ് ആണെങ്കിലും എല്ലാം നല്ല കിഡിലും ഡീറ്റെയിൽഡ് ഫോട്ടോസ് ആണ് നമുക്ക് ഈ ഫോൺ ക്യാപ്ചർ ചെയ്ത് തരുന്നത്. എന്ത് കണ്ടാലും നമുക്ക് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ക്യാമറ ഓപ്പൺ ചെയ്ത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അത്രയും ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഈ ഫോണിലുള്ളത്. കാരണം നമുക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ക്യാമറ അത്രയും ഡെലിവറി ചെയ്യണോണ്ടാണല്ലോ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇതിന്റെ സെൻസർ ആയിക്കോട്ടെ, ഇതിന്റെ പ്രോസസിംഗ് ആയിക്കോട്ടെ, വിവോയുടെ ഇമേജ് പ്രോസസിംഗ് നമുക്ക് ഓൾറെഡി അറിയാം. കാൾ സൈസുമായിട്ട് ചേർന്ന് അവര് കുറെ വർഷങ്ങളായി നല്ല കിഡിലും ഇമേജിംഗ് ആണ് അവരുടെ ഫോൺസിൽ. എസ്പെഷ്യലി അവർ X സീരീസ് ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ ഒരു രക്ഷയില്ലാത്ത ക്യാമറ പെർഫോമൻസ് ആയിരുന്നു. അതിനെ ഒരു പടി കൂടി മേളിലേക്ക് നിൽക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഫോൺ ആക്ച്വലി ഡെലിവർ ചെയ്യുന്നത്. സോ മെയിൻലി ഇതിന്റെ റിയർ സൈഡ് നോക്കുവാണെങ്കിൽ 4 ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 35mm ഒരു മെയിൻ ക്യാമറ, അത് 200 മെഗാ പിക്സലാണ്. പിന്നെ ഒരു 85mm ഒരു ടെലിഫോട്ടോ ക്യാമറ, അതും 200 മെഗാ പിക്സലാണ്. പിന്നെ ഒരു കളർ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു 5 മെഗാ പിക്സലിന്റെ ഒരു കളർ സെൻസറും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെൻസർ അല്ലെങ്കിൽ ലെൻസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോണിന്റെ അൾട്രാ വൈഡ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയും. കാരണം ആ 14mm ലെൻസ് ആക്ച്വലി ഒരു 50 മെഗാ പിക്സൽ സോണിയുടെ സെൻസർ ആണ്. ആക്ച്വലി അതിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, ഭയങ്കര ഡീറ്റെയിലും യൂഷ്വലി നമുക്കറിയാലോ ഒരു ഫോണിന്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു വീക്ക് ക്യാമറ ആയിരിക്കും അതിന്റെ അൾട്രാ വൈഡ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റാ. ഇത് അൾട്രാ വൈഡ് ക്യാമറ വെച്ച് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാം. അൾട്രാ വൈഡിന്റെ ക്വാളിറ്റിയും ഡീറ്റെയിൽസും അതിന്റെ HDR പ്രോസസിംഗും അതിന്റെ കളേഴ്സും മെയിൻ ക്യാമറ ആയിട്ട് ഭയങ്കര കളർ ഷിഫ്റ്റോ അങ്ങനെ ഒന്നുമില്ല ഇതിന്റെ അൾട്രാ വൈഡ് ലെൻസിന്. ഒരു വൈഡർ പെർസ്പെക്റ്റീവ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിന്റെ അൾട്രാ വൈഡ് ലെൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും ഡീറ്റെയിൽ ഉള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറ ഉള്ള ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ ഭയങ്കര കിടിലം ക്വാളിറ്റിയാണ് അതിൽ നിന്ന് വരുന്നത്. പിന്നെ നമുക്ക് ഒരു 35mm അതാണ് ഇതിന്റെ മെയിൻ സെൻസർ എന്ന് പറയുന്നത്. ഒരു മെയിൻ 1x ക്യാമറ എന്ന് പറയുന്നത് ഈ ഫോണിന്റെ ഒരു 35mm ഫോക്കൽ ലെങ്ത് ആണ്. അത് ആക്ച്വലി നമ്മളെ കണ്ണ് യൂഷ്വലി കാണുന്നത് ഒരു 35mm ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫോക്കൽ ലെങ്ത്തിലാണ്. സോ അത് ആ ഒരു ഇതിലാണ് നമുക്ക് ഇതിൽ കാണുന്നത്. സോ അതിൽ 200 മെഗാ പിക്സൽ ആയതുകൊണ്ടും പിന്നെ ടെലിഫോട്ടോ 85mm ഒരു 200 മെഗാ പിക്സൽ ആയതുകൊണ്ടും ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അത് 200 മെഗാ പിക്സൽ അൾട്രാ ഹൈ റെസൊല്യൂഷനിൽ എടുക്കുന്ന ഫോട്ടോസ് ആക്ച്വലി സൂം ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോ. അത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഫോൺ ക്യാപ്ചർ ചെയ്യുന്നത്. ഭയങ്കര കിടിലം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കും സൂം ചെയ്യും. ഇതായിരിക്കും നമ്മൾ അൾട്രാ ഹൈ റെസൊല്യൂഷനിലേക്ക് എടുത്ത ഉള്ള അവസ്ഥ. കാരണം അത്രയും കേപ്പബിൾ ആയിട്ടും അത്രയും ഔട്ട്പുട്ട് നമുക്ക് ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിൽ എല്ലാ ലെൻസും സ്റ്റെബിലൈസ്ഡ് ആണ്. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫോട്ടോസ് എടുക്കുമ്പോൾ അങ്ങനെ അധികം ഷേക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ ഓവറോൾ ഭയങ്കര കിടിലം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ്. പ്രോസസിംഗ് ടോപ്പ് നോച്ച് പ്രോസസിംഗ് ആണ്. അതിപ്പോൾ പോർട്രേറ്റ് ആണെങ്കിലും എച്ച് ഡിറ്റക്ഷൻ ആണെങ്കിലും ഭയങ്കര രസമായിട്ടാണ് വിവോ ഈ ഫോണിൽ ആസ് യൂഷ്വൽ നമ്മൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യണം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു അൾട്രാ ഫോൺ വരുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കുമല്ലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതെല്ലാം മീറ്റ് ചെയ്യണ രീതിക്ക് ഒരു കിടിലം ക്യാമറ സെറ്റപ്പാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഡെഫിനറ്റ്ലി നോ ഡൗട്ട്. പിന്നെ ഇതിൽ ആക്ച്വലി അവർ കുറെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ
കൂടുതലും യൂസ് ചെയ്യണം വിവിഡ് മോഡാണ്. ഇനി കളേഴ്സ് കുറച്ചുകൂടെ പോപ്പ് ചെയ്ത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലും സൈസിന്റെ വിവിഡ് മോഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നാച്ചുറൽ മോഡിന്റെ കൂടെ അവർ ഇത്തവണ കളേഴ്സ് കുറച്ചുകൂടെ നാച്ചുറൽ ലൈക്ക് നമ്മൾ എങ്ങനെ കണ്ണിൽ കാണുന്നു അത് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് അവര് ഒരു റിഫൈൻഡ് മോഡും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആ മോഡ് ആക്ച്വലി നല്ല ഡിഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ സൈസ് നാച്ചുറൽ മോഡിനേക്കാളും കുറച്ചുകൂടെ ന്യൂട്രൽ അല്ലെങ്കിൽ ലൈഫ് നമ്മൾ എങ്ങനെ നേരിട്ട് കാണുന്നു ആ കളേഴ്സ് ആണ് ഈ റിഫൈൻഡ് മോഡിൽ വരുന്നത്. പിന്നെ ആക്ച്വലി ഇതിനകത്ത് കളർ പാലറ്റ്സ് ഉണ്ട്. നമുക്ക് പ്രീസെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റം പ്രീസെറ്റ്സ് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യാം. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് ആക്ച്വലി വിവോ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഫോൺ മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ എടുക്കും നിങ്ങളിത് യൂസ്ഡ് അപ്പ് ആവാൻ. ഈ ഫോട്ടോ എടുക്കാൻ ദിസ് ഹാസ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ റൈറ്റ് നൗ എന്ന് തോന്നുന്നു. പിന്നെ ഫ്രണ്ട് ക്യാമറ ആക്ച്വലി ഒരു 50 മെഗാ പിക്സൽ ഷൂട്ടറാണ്. അത്യാവശ്യം നല്ല സെൽഫി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോ അത് ആ കാര്യത്തിലും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോട്ടോഗ്രാഫി എന്നൊരു സാധനം വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഈ ഫോൺ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാൻ ഉള്ളൊരു തോന്നൽ നമുക്ക് വരും. സോ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ തോന്നിയില്ല. നല്ല അടിപൊളി കിടിലം ക്യാമറ ക്വാളിറ്റി തന്നെയാണ്. ഇതിന്റെ എല്ലാ ലെൻസും ആക്ച്വലി അൾട്രാവൈഡ് ആയിക്കോട്ടെ, മെയിൻ ആയിക്കോട്ടെ, ടെലിഫോട്ടോ ലെൻസ് ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് നല്ല കിടിലം ഔട്ട്പുട്ട് ആണ് നമുക്ക് തരുന്നത്. സോ ആ കാര്യത്തിൽ വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സോ ഇനി ഈ ഫോണിന്റെ വീഡിയോ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഫോണിന്റെ എല്ലാ ലെൻസിൽ നിന്ന് നമുക്ക് 4K 120 സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് APV എൻകോഡിംഗിൽ 4:2 10-bit 4K 120 FPS ACES ഫോർമാറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത് ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾ അത്രയും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ APV എൻകോഡിംഗിൽ ഷൂട്ട് ചെയ്യണ നല്ലതായിരിക്കും. അതാണ് ഈ ഫോൺ ക്യാമറയുടെ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ വെച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് ഈ APV എൻകോഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫയൽ സൈസ് ഭയങ്കര കൂടുതലായിരിക്കും. അത് മാനേജ് ചെയ്യാനും കളർ ചെയ്യാനും ഒക്കെ അത്രയും നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരും. സോ അതല്ല നിങ്ങൾക്ക് അല്ലാത്ത യൂസിനാണെങ്കിൽ നമുക്കിപ്പം അല്ലാത്ത നമുക്ക് ലോഗ് ഫയലിലും നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത് ഫയൽ സൈസ് ഒക്കെ കുറച്ചുകൂടെ കുറഞ്ഞിട്ട് ഒരു H.265 കോഡക്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. സോ അതായിരിക്കും മോസ്റ്റ് ആൾക്കാരും യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇതിൽ അവർ ഒരു പുതിയൊരു കാര്യം കൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ പ്രോ വീഡിയോ മോഡ് എന്ന് പറഞ്ഞിട്ട് ഡെഡിക്കേറ്റഡ് പുതിയൊരു മോഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആനിമേഷനൊക്കെ വന്നിട്ട് നമുക്ക് അതിനകത്ത് വേറൊരു ഇന്റർഫേസ് വരും. ആ ഇന്റർഫേസിൽ ആക്ച്വലി നമുക്ക് വീഡിയോ റിലേറ്റഡ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യാൻ ആ ഒരു ലേ ഔട്ടിൽ ആക്ച്വലി എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഇതും തപ്പി സെറ്റിംഗ്സിനകത്തും അങ്ങനെ ഉള്ളിലൊന്നും പോകേണ്ട. എല്ലാം നമ്മുടെ ആ ലേ ഔട്ടിൽ നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പം ഇതിന്റെ ഫ്രെയിം റേറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഇതിന്റെ എക്സ്പോഷർ ആയിക്കോട്ടെ, നമുക്ക് ഇതിന്റെ വേവ് ഫോമോ അങ്ങനത്തെ കാര്യങ്ങളും ഹിസ്റ്റോഗ്രാമോ എല്ലാം അതിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് എക്സ്പോഷർ ജഡ്ജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ നമുക്ക് അനമോർഫിക് ഷൂട്ട് ചെയ്യണോ അതിന്റെ 9:16 അങ്ങനത്തെ ഗ്രിഡ് ലൈൻസും ഇതിന്റെ ലെവലും എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് ഓഡിയോ അതിൻ്റെ അകത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ആക്ച്വലി ഇതിൽ നമുക്ക് ലഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇമ്പോർട്ട് ചെയ്യണ ലഡ്സ് ഇതിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈവ് പ്രിവ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. കാരണം നമുക്ക് ഇഷ്ടമുള്ള ലഡ്സ് എല്ലാം നമുക്ക് ഇതിൽ ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുമ്പം ഓരോ ലഡ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ലൈവായിട്ട് നമുക്ക് REC 709 കൺവേർട്ടഡ് ആയിട്ടുള്ള ആ ലഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. സോ അതും നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ ഇതിൽ വിവോ ഏറ്റവും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഇന്റേണൽ മൈക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്യണ ഓഡിയോ ആണ്. അത് ആക്ച്വലി ഭയങ്കര കിടലാണ്. നമുക്കിതിൽ കോട്ട് മൈക്ക് സെറ്റപ്പ് ആണ് വരുന്നത്. സോ ആ 4 മൈക്കിലും നമുക്ക് ആക്ച്വലി ചൂസ് ചെയ്യാം എവിടെ നിന്ന് ഓഡിയോ പിക്ക് ചെയ്യണം, ഫ്രണ്ടിൽ നിന്നാണോ റിയർ സൈഡിൽ നിന്നാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ഇതിൽ ഇന്റേണലി റെക്കോർഡ് ആവുന്ന ഓഡിയോ ആക്ച്വലി നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇപ്പൊ നിങ്ങൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഒരു മൈക്ക് ഇല്ലാണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിക്ക് ഇതിൽ വെച്ച് വ്ളോഗ് ചെയ്യാം. സോ അത്രയും നല്ല ക്വാളിറ്റി മൈക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോട്ട് മൈക്ക് സിസ്റ്റം ആണ്. സോ അതിന്റെ നോയ്സ് ക്യാൻസലേഷനും എല്ലാം നല്ലതാണ്. ആൻഡ് ഓവറോൾ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റാൻഡേർഡ്സിൽ നോക്കുമ്പോഴത്തേക്കും ഇതൊരു നല്ല വീഡിയോ പെർഫോമൻസ് ആണ് ഈ ഫോൺ തരുന്നത്. പക്ഷെ ഒരിക്കലും നമുക്കൊരു ഐഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിൽ ഇതിന്റെ വീഡിയോ ലാക്കിംഗ് ആണ്. ഒരു ആൻഡ്രോയിഡ് ഇതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ആക്ച്വലി നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ലോഗി ഷൂട്ട് ചെയ്യാം, ഇതേപോലെ പ്രോ വീഡിയോ മോഡ് ഉണ്ട്, ഇതേപോലെ നല്ല മൈക്ക് റെക്കോർഡിംഗ് ഉണ്ട്, ലഡ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല ഒരു വീഡിയോ പെർഫോമൻസ് ആണ് ഈ ഫോണിൽ ഉള്ളത്. പക്ഷെ ഒരിക്കലും ഇത് ഐഫോണിന്റെ അത്ര എത്തിയിട്ടില്ല. സോ അത് നമുക്കിനി ആക്ച്വലി വിവോ ക്ലോസ് ആയി വരുന്നുണ്ട്. ലൈക്ക് കുറെ കാര്യങ്ങളിൽ ഇതിപ്പം ടെലിഫോട്ടോ ലെൻസിലൊക്കെ എടുക്കുന്ന വീഡിയോസിന് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ് എല്ലാം ഉണ്ട്. സോ അത് അവര് എല്ലാ ലെൻസിലും അത് എനേബിൾ ചെയ്ത് ഒരു കിടിലം വീഡിയോ വരും ഫോൺസിൽ. ഇനി അവർ ഇമ്പ്രൂവ് ചെയ്യുന്ന എന്തായാലും നമുക്ക് വിശ്വസിക്കാം. സോ നമുക്ക് അതിനടുത്ത X400 അൾട്രയോ X400 സീരീസിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ അങ്ങനെയൊക്കെയാണ് ഈ ഫോണിന്റെ കാര്യങ്ങൾ. സോ ഇത് ഡെഫിനറ്റ്ലി ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കുമ്പോഴത്തേക്കും 1,60,000 ആണ് കാർഡ് ഓഫർ ഒന്നും ഇല്ലാതെ ഇതിന്റെ പ്രൈസ്. സോ ആ ഒരു റേഞ്ചിലൊക്കെ ഡെഫിനറ്റ്ലി ഇതൊരു പ്രീമിയം ഫോണാണ്. നമുക്ക് ഓൾറെഡി X300
പ്രോ ഉണ്ട് 1,10,000. സോ കുറെ പേർക്ക് അത് മതിയാവും, കാരണം അത് തന്നെ നല്ലൊരു ഫോണാണ്, അതിന്റെ ആവശ്യം കാണൂ. പക്ഷെ നിങ്ങൾക്കിപ്പം പൈസ പ്രശ്നമല്ല, നിങ്ങൾക്ക് ഔട്ട് ആൻഡ് ഔട്ട് ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഒരു ബീസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫോൺ മേടിക്കാം. കാരണം ബാക്കി ഇതിന്റെ ക്യാമറ അല്ലാത്ത ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ പെർഫോമൻസ് എല്ലാം ടോപ്പ് ലെവലാണ്. അതിലൊന്നും യാതൊരു കോംപ്രമൈസോ ഒന്നും ചെയ്തിട്ടില്ല വിവോ. പിന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിനാരിയോ വെച്ചിട്ട് എല്ലാ ഫോൺസിനും ആക്ച്വലി വില നല്ലപോലെ കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് ഈ 1,60,000 എന്നുള്ളത് ഇനിയിപ്പോൾ ഒരു 2 വർഷത്തിന് ഇടയിൽ ഇങ്ങനത്തെ ഒരു അൾട്രാ ഫോൺ വരുമ്പം എന്തായാലും ഒരു 2 lakh ആ ഒരു റേഞ്ചിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. സോ ഇതിന് കൂടിക്കൊണ്ടിരിക്കേ ഉള്ളൂ. സോ നമ്മൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഫോൺ മേടിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇതിന്റെ നമ്മുടെ ടെലിഫോട്ടോ കൺവേർട്ടർ കിറ്റ് ആ 2 ലെൻസുകളും എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. സോ ജസ്റ്റ് ഈ ഫോൺ യൂസ് ചെയ്തുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ടെലിഫോട്ടോ എക്സ്റ്റൻഡർ കൂടെ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എമൗണ്ട് ആവും. പക്ഷെ നിങ്ങളിപ്പം വൈൽഡ് ലൈഫോ അങ്ങനത്തെ സൂം ഷോട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും കൂടെ മേടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫോൺ മാറി ഇതൊരു ക്യാമറയിൽ നമുക്ക് വിളിക്കാനും എല്ലാം പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറും. സോ അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി അല്ലാതെ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. നമ്മുടെ സ്റ്റോർസിലേക്ക് പോയിട്ട് ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡെമോ യൂണിറ്റ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇതിന്റെ ക്യാമറയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയാൻ പറഞ്ഞു വീഡിയോയിൽ. ഫ്രണ്ട് ക്യാമറ നമുക്ക് 4K 60 ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. പക്ഷേ ബാക്കി ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും വോയിസ് റെക്കോർഡിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. 4K 60 വരെ മാക്സിമം ഷൂട്ട് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ 4K 60 ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് റിയർ ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യാം. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ X200 Proയിൽ ആ ഫീച്ചർ പറ്റില്ലായിരുന്നു. സോ അങ്ങനെയൊക്കെയാണ് X300 അൾട്രയുടെ വിശേഷങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബ് കമന്റ് സെക്ഷനിലോ നിങ്ങൾ ചോദിച്ചാൽ മതി. 2 ദിവസത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഈ 2 ദിവസം കൊണ്ട് ഇത്രയും സാമ്പിൾസും കാര്യങ്ങളൊക്കെ അടുത്ത ഈ എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.